Hi friends, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് റിലീസ് ചെയ്ത സിനിമകൾ, ഇന്ന് സർപ്രൈസ് ആയിട്ട് വന്ന സിനിമയും അതുകൂടാതെ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു സിനിമകളുടെ അപ്ഡേറ്റുകളുമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഇന്നൊരു സിനിമ സർപ്രൈസ് ആയി റിലീസ് ചെയ്തിട്ടുണ്ട്. ഭരതനാട്യം എന്ന് പറഞ്ഞ മലയാള സിനിമയാണ് ഇന്ന് സർപ്രൈസ് റിലീസ് ചെയ്തത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് മനോരമ മാക്സ് വഴി ഒരു സിനിമ സെപ്റ്റംബർ മാസം 27-ാം തീയതി റിലീസ് ചെയ്യുന്നുള്ള കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു മനോരമ മാക്സിൽ. പക്ഷേ ഇന്ന് ഈ സിനിമ ആമസോൺ പ്രൈമിൽ സർപ്രൈസ് ആയി റിലീസ് ചെയ്തിരിക്കുകയാണ്. ഇന്ത്യക്ക് പുറത്താണ് വന്നിട്ടുള്ളത്. ഇന്ത്യയിൽ മനോരമ മാക്സിൽ നാളെ രാത്രി 12 മണിയോടുകൂടി റിലീസ് ചെയ്യുന്നതാണ്. അതായത് സെപ്റ്റംബർ മാസം 27-ാം തീയതി റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത സിനിമ ഇന്ന് റിലീസ് ചെയ്ത സിനിമയാണ്. ഒരു തെലുങ്ക് മൂവിയുടെ മലയാളം കന്നഡ ഡബ്ഡ് വേർഷനാണ് വന്നിട്ടുള്ളത്. ഓം ഭീം ബുഷ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഒരു എന്താ പറയുക, ഒരു സയൻസ് ഫിക്ഷൻ മൂവിയാണ്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ എന്ന് പറഞ്ഞ മാർവൽ സ്റ്റുഡിയോസിൻ്റെ സിനിമയുടെ ഒരു അപ്ഡേറ്റ് ആണ്. ഏറ്റവും പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഡീറ്റെയിൽ റിലീസ് ഒക്ടോബർ മാസം 1-ാം തീയതി ആയിരിക്കും എന്നുള്ള അപ്ഡേറ്റ് ആണ് വന്നിട്ടുള്ളത്. ബ്ലൂറേ പ്രിന്റ് ഒക്ടോബർ മാസം 22-ാം തീയതി വരും എന്നുള്ള അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഒഫീഷ്യൽ അപ്ഡേറ്റ് ആണ് വന്നിട്ടുള്ളത്. പലരും കമന്റ് ബോക്സ് ചോദിക്കാറുണ്ടായിരുന്നു ഈ സിനിമയുടെ അപ്ഡേറ്റ്, ഈ സിനിമ എന്നാണ് റിലീസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പലരും കമന്റ് ബോക്സ് ചോദിക്കാറുണ്ടായിരുന്നു. പിന്നെ ഭരതനാട്യം എന്ന് പറഞ്ഞ സിനിമയുടെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ വീഡിയോ ആണ്, കണ്ടു നോക്കാവുന്നതാണ്. ഓക്കെ, അടുത്തത് തമിഴിൽ നിന്നുള്ളൊരു സിനിമയാണ്. വാഴ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നിഖില വിമൽ പ്രധാന വേഷം കൈകാര്യം ചെയ്ത് തിയേറ്ററിൽ നല്ലൊരു വിജയം കരസ്ഥമാക്കിയ സിനിമയാണ് വാഴ എന്ന് പറഞ്ഞ സിനിമ. തമിഴ്, തെലുങ്ക്, മലയാളം, ഹിന്ദി, കന്നഡ ഭാഷകളായിട്ട് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. ഒക്ടോബർ മാസം 11-ാം തീയതിയാണ് ഈ ഒരു സിനിമ പിന്നെ എന്താ പറയുക ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. ഈ സിനിമ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അടുത്തത് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന ഒരു സിനിമയാണ്. ഒരു സിനിമ മാത്രമേ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളൂ. സെപ്റ്റംബർ മാസം 26-ാം തീയതിയാണ്. SJ സൂര്യ, അതുപോലെ തന്നെ നാനിയൊക്കെ പ്രധാന വേഷം കൈകാര്യം ഒരു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു സരിപ്പോത ശനിവാരം എന്ന് പറഞ്ഞ സിനിമ. സൂര്യയുടെ ശനിയാഴ്ച, സൂര്യാസ് സാറ്റർഡേ, ഈ പേരുകളിലൊക്കെയാണ് തെലുങ്കിലും മലയാളത്തിലൊക്കെ ആയിട്ട് റിലീസ് ചെയ്തത്. ഇപ്പോൾ ഈ ഒരു സിനിമ നെറ്റ്ഫ്ലിക്സിൽ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം തെലുങ്ക്, തമിഴ്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് റിലീസ് ചെയ്യുന്നതാണ്. ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതാണ്. ഈ സിനിമ ഞാൻ കണ്ടതാണ്, കണ്ട് റിവ്യൂ ചെയ്തിട്ടുണ്ട്. കാണാത്തതൊന്ന് കണ്ടു നോക്കാം. ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഈ സിനിമ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇത്രയും സിനിമകളുടെ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. ഈ സിനിമകളിൽ ഏതൊക്കെ സിനിമകൾ നിങ്ങൾ കണ്ടു എന്നുള്ള കാര്യങ്ങളോ ഏതൊക്കെ കാത്തിരിക്കും എന്നുള്ള കാര്യങ്ങളോ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഭരതനാട്യം എന്ന് പറഞ്ഞ സിനിമയുടെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. കാണാത്തതൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും